അഞ്ചര പതിറ്റാണ്ടുകാലം തൃശൂർ പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്ന ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ഓർമ്മയ്ക്കുള്ള പൂർണ്ണകായ ശില്പം അനാച്ഛാദനം ചെയ്യുകയാണ്. തത്സമയമാണ് ഇപ്പോൾ ആനയൂട്ടും നടത്തുന്നുണ്ട്. കർക്കിടകമാസ സുഖചികിത്സയുടെ ഭാഗമായിട്ടാണ് ആനയൂട്ട് നടത്തുന്നത്. ആനയൂട്ടിന്റെ തത്സമയം ആനയൂട്ട് നടക്കുന്നു. വിവരങ്ങൾ നൽകാൻ മനോജ് ആനയൂട്ട് നടക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ഓർമ്മയ്ക്കുള്ള പൂർണ്ണകായ ശില്പത്തിന്റെ അനാച്ഛാദനം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എന്താണ്? ലക്ഷ്മി, ഇപ്പോൾ ആനയൂട്ട് നടന്നിരിക്കുകയാണ്. ഈ ശങ്കരൻകുളങ്ങര ദേവീക്ഷേത്രത്തിന് മുന്നിലാണ് 8ഓളം ആനകൾ ഈ ആനയൂട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5.5 പതിറ്റാണ്ടുകാലം ഈ പൂരത്തിന്റെ ഭാഗമായിരുന്ന നിറസാന്നിധ്യമായിരുന്ന ഈ ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ പ്രതിമയുടെ അനാച്ഛാദനവും നടന്നിരിക്കുന്നു. വളരെയേറെ ഇവിടെയുള്ള ജനങ്ങളെ സ്വാധീനിച്ച ഒരു ആന കൂടെയാണ്. ആ ആനയുടെ ഈ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് മുന്നിലായി ഇപ്പോൾ ഈ ഒരു ശില്പവും നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആനകളൊക്കെ തന്നെ ഇവിടെ ആനയൂട്ടിന് എത്തിയിരിക്കുന്ന കാഴ്ചകളാണ്. ഓരോ ആനകൾക്കും ഉരുളകൾ നൽകിക്കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആനയൂട്ടിൽ പങ്കെടുത്തു. നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ആനയൂട്ടിൽ പങ്കെടുത്ത ആനകളാണ് ഇതൊക്കെ. അതോടൊപ്പം തന്നെ ഈ ശില്പം ഈ ക്ഷേത്രത്തിന് മുന്നിലായി തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അനാച്ഛാദനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 58 വർഷത്തോളം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിരുന്ന ആനയാണ് ഈ ശങ്കരൻകുളങ്ങര മണികണ്ഠൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ശില്പം ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിർമ്മിച്ചിട്ടുള്ളത്. അത് തന്നെ 70 വയസ്സാകുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഈ ഒരു ദിവസമാണ് ഈ ആന ചരിയുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ആനയുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെയൊക്കെ തന്നെ മറ്റ് ചടങ്ങുകളൊക്കെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ആനകൾക്ക് ഉരുള നൽകിക്കൊണ്ടുള്ള ഈ ആനയൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ തന്നെ ഈ ആനകളുടെ ചികിത്സ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ആഹാരക്രമത്തിലും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ശീലങ്ങളിലും ഒക്കെ ഓരോ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു കർക്കിടക മാസത്തോടനുബന്ധിച്ച്. ഏതായാലും നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കൂടെ ചേരുകയാണ്. ഈ ഡോക്ടറിന്റെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഈ സുഖചികിത്സയ്ക്ക് തുടക്കമാകുന്നത്. എന്തൊക്കെയായിരിക്കും ഇതോടനുബന്ധിച്ച് ഈ ആനകളുടെ ഈ ഓരോ ആഹാരക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുഖചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം, അതായത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആനകളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെയാണ്, അപ്പോൾ ധാന്യങ്ങൾ വേണം, അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആനകൾക്ക് മനുഷ്യർക്ക് കർക്കിടത്തിലെ സുഖചികിത്സ എന്നതുപോലെ തന്നെ ആനകളെയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തൃശ്ശൂരുകാർ അത് പ്രത്യേകിച്ച് അത് നടത്തുന്ന ഒരു സംഭവമാണ്. അത് ഇപ്പോഴാണ്, അത് കാലങ്ങളായിട്ട് ഇപ്പോൾ ഒരു 34 വർഷമായിട്ട് തൃശ്ശൂർ വടക്കുന്നാഥിൽ നടന്നു വരുന്നു. അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ മണികണ്ഠൻ്റെ ഓർമ്മയ്ക്കായിട്ട് കഴിഞ്ഞ ജൂലൈ 10 മണികണ്ഠൻ നമ്മളിൽ നിന്ന് വിറ്റു. പിന്നെ ആ മണികണ്ഠൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഇവിടെ ആനകൾക്കും സുഖചികിത്സ ശങ്കരങ്ങളുടെ ഭാഗത്ത് തന്നെ ഭഗവതിയുടെ നടയിൽ വെച്ച് തന്നെ അത് തുടങ്ങാനായിട്ടുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. കർക്കിടകത്തിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിലാണ് നമ്മളത് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യ പടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മണികണ്ഠൻ്റെ പ്രതിമ അനാച്ഛാദനവും അതോടൊപ്പം നടക്കുന്ന സുഖചികിത്സയുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഈ ആനകളുടെ സുഖചികിത്സ അതിൻ്റെ രക്തവും ഒക്കെ പരിശോധിച്ചിട്ടാണോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ? സാധാരണ നമ്മുടെ ഉള്ള ആനകളുടെയൊക്കെ രക്തമൊക്കെ നമ്മൾ ഓൾറെഡി പരിശോധിച്ചിട്ടുണ്ട്. അവർക്ക് കുറവുകൾ എന്താണ് ഉള്ളത്, ഇപ്പം അതിൽ ഇരുമ്പിൻ്റെ അയണിൻ്റെ കുറവുണ്ടോ, അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടോ, ഫോസ്ഫറസിൻ്റെ, അങ്ങനെ ഓരോ ധാതുക്കളുടെയും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള എല്ലാ തരത്തിലുള്ള മരുന്നുകളും അതിൽ വെച്ചിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഒരു നല്ല സമ്പൂർണ്ണ ആഹാരമാണ് നമ്മൾ ഒരു ദിവസം, അങ്ങനെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ കൊടുക്കുക. എന്തായാലും അത് തന്നെയാണ് ഈ മനുഷ്യരെ പോലെ തന്നെ ആനകൾക്കും ഈ കർക്കിടക മാസമാകുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയുടെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ശില്പമാണ്. ആ ശില്പത്തിന് മുന്നിൽ മറ്റ് ആനകളെത്തി വണങ്ങുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും ഇനി മുതൽ ഈ ആനയൂട്ട് ഇവിടെ ഇത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നാണ് ഇവിടെയുള്ള ഭാരവാഹികളും അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി, ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ജീവൻ തുടിക്കുന്ന പൂർണ്ണകായ ശില്പം അനാച്ഛാദനം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആനകൾ വന്ന് വണങ്ങുന്ന ആ ഒരു ദൃശ്യം. അപ്പോൾ തന്നെ ഉത്സവകാലം കഴിഞ്ഞതിന് ശേഷം കർക്കിടക സുഖചികിത്സയുടെ ഭാഗമായി ആനയൂട്ടും നടക്കുന്നു. അതിൻ്റെയും ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.